ഹായ് ഹലോ. അപ്പോൾ നിവിൻ പോളിയുടെ ബത്തലഹേം കുടുംബ യൂണിറ്റ് റിലീസ് ചെയ്തു. നല്ല സൂപ്പർ പടം. ഓണപ്പടത്തിൽ നിവിൻ പോളി എന്തായാലും സ്റ്റാർട്ടിങ് നിവിൻ പോളിയുടെ കയ്യിലായെന്ന് വേണമെങ്കിൽ പറയാം. 100 കോടി ഷുവറായിട്ടും ഹിറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ഈ പടത്തിന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് സർവമായ പോലെ തന്നെ ഈ പടത്തില് നമ്മൾ കുറെ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നിവിൻ പോളി, ആളുടെ ഹാപ്പി ഫേസ്, അതാണ് ഈ പടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവായിട്ട് പറയാനുള്ളത്. ആളുടെ സ്ക്രീൻ പ്രസൻസും ആളുടെ മുഖത്തെ അതായത് എന്താ പറയാ, നല്ല പ്ലസന്റ് ആയിട്ടുള്ള മുഖം എന്ന് പറയില്ലേ, അപ്പൊ അങ്ങനെ നല്ല രസകരമായിട്ടാണ് നിവിൻ പോളി ഈ പടത്തിലുള്ളത്. വലിയ ഇടിയോ അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല ആളുകളെ ചിരിപ്പിച്ച് ആളുകളെ ആ പടത്തിൽ മുഴുകിയിരിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ പടത്തിലെ വിജയം. പിന്നെ നമ്മുടെ മമിത ബൈജു, ഇപ്പൊ ഈയിടെയായിട്ട് നോക്കിയാൽ കാണാം നമ്മുടെ വിജയുടെ ഒപ്പം അതേമാതിരി സൂര്യയുടെ ഒപ്പം നല്ല നല്ല കുറെ പടങ്ങളിൽ ആൾക്ക് വേഷം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ പടത്തിലും ആളുടെ അഭിനയം ഭയങ്കര സിമ്പിൾ അഭിനയമാണ്. അപ്പൊ അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുമാതിരി സംഗീത് ആളും അടിപൊളിയായിട്ടുണ്ട് ഈ പടത്തില്. ഈ നമ്മൾ നേരത്തെ കണ്ട സർവമായ എന്ന പടം പോലെ തന്നെ ഈ പടത്തിനും പ്രത്യേക ഒരു കെമിസ്ട്രി ഇതില് അഭിനയിക്കുന്ന ആളുകൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ പടത്തിന്റെ എന്താ പറയാ, ഇതിലെ ആളുകള് നോക്കുകയാണെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട പടങ്ങള് ജസ്റ്റ് പറയാം. പ്രേമലു, അതേമാതിരി തന്നെ തണ്ണീർ മത്തൻ ദിനങ്ങൾ, പിന്നെ ജോജി, ഇതൊക്കെ കുമ്പളങ്ങി നൈറ്റ്സ്, ഇതൊക്കെ ഈ ക്രൂവിലെ പടങ്ങളാണ്. അപ്പോ ആ ഒരു ഇതെന്തായാലും ഈ പടത്തിൽ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ തീർത്തും നമുക്ക് ഫാമിലി ആയിട്ട് ഓണത്തിന് വാച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു പടമാണ്. നിങ്ങൾ ഹാപ്പി ആയിട്ട് തിയേറ്ററിൽ നിന്നിട്ട് പോരും. പടം കണ്ടു കഴിഞ്ഞ് വന്നാലും അതിന്റെ റീൽസും മറ്റു സംഭവങ്ങളൊക്കെ കാണുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും. ഇതിൽ ഭയങ്കര കഥയോ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സസ്പെൻസോ അങ്ങനെ ഒന്നുമില്ല. നല്ലൊരു സിമ്പിൾ മൂവി. നമുക്ക് ഹാപ്പി ആയിട്ട് പടം 2.5 മണിക്കൂർ നമ്മളെ അവിടെ അവർക്ക് എൻഗേജ് ചെയ്ത് ഹാപ്പി ആയിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റി. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ പടം കാണുക, കണ്ട ആൾക്കാരുടെ അഭിപ്രായം പറയാം. ഓക്കെ, ബൈ.